ഇടുക്കി അണക്കരയിൽ ഗ്യാസ് ഏജൻസി ജീവനക്കാരനെ തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. യുവതിക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റു. 2 പേർ സംഭവത്തിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഗ്യാസിൻ്റെ മസ്റ്ററിങ്ങിന് വേണ്ടി പോയതായിരുന്നു. അവിടെ ചെന്നപ്പം കസ്റ്റമറോട് പറഞ്ഞു കൂടുതൽ റേറ്റിൽ അവർ കുറ്റി മേടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കുറവ് റേറ്റ് നമ്മൾ കുറ്റി എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരുന്നു. നിങ്ങളാരാത് ചോദ്യം ചെയ്യാമെന്ന് വന്ന് ചോദിച്ച് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് വന്ന് ആദ്യമേ അടിച്ചു. അപ്പോൾ അടിച്ചപ്പോൾ താഴെ വീണ് കഴിഞ്ഞ് അവർ 5-6 പേര് ആളെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ഏരിയയിൽ ഒരു സിലിണ്ടർ വിതരണം ചെയ്യുക, നമ്മുടെ കച്ചവടം നശിപ്പിക്കുക. അവർ ബ്ലാക്കിന് കുറ്റി കൊടുക്കുന്നവരാണ്. നമുക്കത് അറിയത്തില്ലായിരുന്നു. നമ്മുടെ കസ്റ്റമറുടെ ബുക്കുള്ളതുകൊണ്ട് അവിടെ കയറിപ്പോയതാണ്. അത് കഴിഞ്ഞ് ഒരു ലേഡി സ്റ്റാഫ് ഉണ്ടായിരുന്നു വണ്ടിക്കകത്ത്. പുള്ളിക്കാരി ബഹളം കേട്ടാ കയറി വരുന്നത്. ആദ്യമേ എന്നെ വലിച്ച് നിലച്ചടിച്ച് കഴിഞ്ഞ് പുള്ളിക്കാരി അടുത്ത് വന്നപ്പം ആ ചേച്ചിയുടെ മുഖത്തിനിട്ടടിച്ചു. ആ ചേച്ചി താഴെ വീണ് വയറെ ചവിട്ടി വലിച്ച് അവിടെ വലിച്ചുകൊണ്ട് പോയി. കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, ഈ ഗ്യാസ് ഏജൻസികൾ അല്ലെങ്കിൽ അനധികൃത ഗ്യാസ് വിൽപ്പനക്കാരും തമ്മിലുള്ള ഒരു തർക്കമാണോ ഇങ്ങനെ ക്രൂരമായ മർദ്ദനത്തിലേക്ക് കടന്നത്? ഗോകുൽ, അങ്ങനെ തന്നെ വേണം കരുതാൻ. എന്തായാലും ദയനീയ അവസ്ഥയായിരുന്ന ജിസ്മോന്റെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു തൂണിൽ കെട്ടിയിട്ടതിന് ശേഷം ഒരു പറ്റം ആളുകൾ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. മേൽവാഴ എന്ന് പറയുന്നത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന, കൂടുതലും ഈ തമിഴ്നാട് സ്വദേശികൾ ഉൾപ്പെടെ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടേക്കാണ് ഈ ഗ്യാസ് ഏജൻസിയിലെ 2 ജീവനക്കാർ, അത് പ്രതീക്ഷയും അതുപോലെ തന്നെ ജിസ്മോനും, ഈ 2 പേരും ഈ മസ്റ്ററിംഗ് ഏജൻസിയിലെ ജീവനക്കാർ ആരോപിക്കുന്നത് ഈ കരിഞ്ചന്തയിൽ ഗ്യാസ് കുറ്റികൾ വിൽക്കുന്ന ആളുകളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ആ യുവാവ് ജിസ്മോന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഒരു തൂണിൽ കെട്ടിയിട്ട ശേഷം ഒരു പറ്റം ആളുകൾ ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ ജിസ്മോനൊപ്പം പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു യുവതിയും ഉണ്ടായിരുന്നു. യുവതിയുടെ പരാതിയിലാണ് കുമളി പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രതീക്ഷയെ ആളുകൾ അസഭ്യം പറയുകയും അതുപോലെ തന്നെ ശരീരത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ആക്രമിക്കുകയും ചെയ്തു എന്നുള്ളത് ഉൾപ്പെടെ ഈ പ്രതീക്ഷയെ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ മേൽവാഴ എന്ന് പറയുന്ന സ്ഥലത്ത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലും. ഈ തമിഴ്നാട് സ്വദേശമായിട്ടുള്ള ആളുകളാണ് താമസിക്കുന്നത്. ഏകദേശം 300ഓളം ആളുകളുണ്ട്. ഈ 300 ആളുകൾക്കും ഗ്യാസ് കണക്ഷൻ ഉള്ളതാണ്. പുതിയ നിയമം അനുസരിച്ച് ഈ ഗ്യാസ് ഓൺലൈൻ ബുക്കിംഗ് ആണ്. അങ്ങനെ വേണമെങ്കിൽ ഈ ഓൺലൈൻ ബുക്ക് ചെയ്യണമെങ്കിൽ ഈ മസ്റ്ററിംഗ് ഉൾപ്പെടെ ഏതെങ്കിലും ഏജൻസി വഴി നടത്തേണ്ടതുണ്ട്. ആ പ്രദേശത്തുള്ള ആളുകൾ അത് ചെയ്തിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗ്യാസ് ഏജൻസി ജീവനക്കാർ അങ്ങോട്ട് ചെല്ലുകയും ചെയ്തെന്നാൽ ഇവർ ഈ മേൽവാഴ എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് 300 കുടുംബങ്ങളോളം താമസിക്കുന്ന പ്രദേശത്തേക്ക് കയറിയതും പാൽപാണ്ടി എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിന്റെ മകൻ അശോകനും എത്തുകയും ഈ 2 പേരെയും, അതായത് ജിസ്മോനെയും അതുപോലെ തന്നെ പ്രതീക്ഷയും തടയുകയും അകാരണമായി മർദ്ദിക്കുകയുമായിരുന്നു. മാത്രമല്ല ഈ പാൽപാണ്ടിയുടെ ജീവനക്കാരായിട്ടുള്ള ഏകദേശം 200ഓളം വരുന്ന മറ്റ് അതിഥി തൊഴിലാളികൾ, ഹിന്ദി സംസാരിക്കുന്ന അതിഥി തൊഴിലാളികൾ എത്തുകയും അവരാണ് ഈ ജിസ്മോനെ തറയിലിട്ട് ചവിട്ടുകയും പിന്നീട് ഒരു ഇടവഴിയിലൂടെ അകത്തേക്ക് വലിച്ചുകൊണ്ട് പോവുകയും തൂണിൽ കെട്ടിയിടുകയും ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കുമളി പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഈ പ്രതീഷിനെ ഈ മേൽവാഴ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് രക്ഷിച്ചതും പോലീസ് തന്നെയാണ്. പോലീസ് എത്തിയാണ് ഈ തൂണിൽ നിന്ന് കെട്ടഴിച്ചവരെ കൊണ്ടുപോവുകയും ചെയ്തത്. പക്ഷേ എന്തായാലും കേസെടുത്ത് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നാട്ടുകാരായിട്ടുള്ള ഈ പാൽപാണ്ടി ഉൾപ്പെടെയുള്ള ആളുകളുടെ ബന്ധുക്കൾക്കും മറുവാദം പറയാനുണ്ട്. അതായത് ഈ ഗ്യാസ് ഏജൻസിക്കാരായിട്ടുള്ള 2 പേര് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ അസഭ്യം പറഞ്ഞു, അവരെ ദേഹോപദ്രവം ചെയ്യാൻ ശ്രമിച്ചു. ഇതിന്റെ ഭാഗമായിട്ടുണ്ടായ സംഘർഷമാണ് എന്നുള്ളൊരു ന്യായം കൂടി മറുഭാഗം പറയുന്നുണ്ട്. ആ നാട്ടിലുണ്ടായിരുന്ന ആളുകൾ പറയുന്നുണ്ട്, ചിലരെങ്കിലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.